ഹലോ ഗൈസ്, എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡെൽവിൻ. എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ അതായത് ശാസ്ത്രമണ്ഡലം ചെയ്യാറില്ല നമുക്ക്, അതായത് ചായ വിത്ത് ടെക്. അതുപോലെ നമ്മുടെ ഒരു ടെക് ന്യൂസ് പറയുന്നതാണ് ടെക് ടോക്സ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ടെക് ടോക്സിലേക്ക് സ്വാഗതം. അതായത് ഫസ്റ്റ് ന്യൂസ്, അതായത് റിയൽമി P3 Pro, അതായത് സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രൊസസ്സർ വെച്ച് ഇറങ്ങുന്ന സെറ്റാണ് റിയൽമിയുടെ P3 Pro. അത് മാത്രമല്ല 20,000 താഴെയാണ് ഈ സെറ്റ് ഇറങ്ങുന്നത്. എൻ്റെ റേറ്റ് എത്രയാണ്? മാത്രമല്ല ഈ സെറ്റ് ഗെയിം ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഒരു ഫീച്ചേഴ്സും കൂടി വരുന്നുണ്ട്. മാത്രമല്ല വേപ്പർ കൂളിംഗ് സിസ്റ്റമാണ് വരുന്നത്. 6000 mAh ബാറ്ററി, 80 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്, അത്യാവശ്യം നല്ലൊരു പാക്കോഡിന് വരുന്നുണ്ട്. കോഡുകാരുടെ ഡിസ്പ്ലേ, IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്. പിന്നെ മാത്രമല്ല 7.99 ഇഞ്ചാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അത്യാവശ്യം നല്ല തിക്കായുള്ള ഫോണാണ്, നല്ലൊരു ഫോണാണ്. രണ്ടാമത്തെ ദിവസം ഓപ്പോൻ്റെ ഭാഗത്താണ്. ഓപ്പോ Find N5 എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങുന്നുണ്ട്. അത് ഫോൾഡ് ഫോണാണ്. ഇതിന് കോമ്പറ്റീറ്റർ എന്ന് പറയാനായിട്ട് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഫോൾഡ് വരാം. പിന്നെ മാത്രമല്ല OnePlusൻ്റെ ഓപ്പൺ നല്ലൊരു ഫോണാണ് ആ ഫോൺ ഇതിന് കോമ്പറ്റീറ്ററായിട്ട് വരാൻ പറ്റും. പക്ഷേ മാത്രമല്ല ഇതിന് 5.8 ആണ് തിക്നെസ് വരുന്നത്. അത്യാവശ്യം നല്ല തിക്കായുള്ള ഫോണാണ്. ഈ ഫെബ്രുവരി 20 ഗ്ലോബലായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ ലോഞ്ചിൽ അറിയാൻ പറ്റും എന്തൊക്കെ ഫീച്ചേഴ്സ് തന്നെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചില ഫീച്ചേഴ്സ് മാത്രം മാറ്റേണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. മൂന്നാമത്തെ ന്യൂസ്, അതായത് Xiaomi 15 Ultra. അതായത് ഇപ്പോൾ ക്യാമറയിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുടെ ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് വരുന്ന ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Vivo X200 Pro ആണ്. പക്ഷേ അതിനെ വെട്ടിക്കാനുള്ളൊരു കൽപ്പുള്ള പവറുള്ള ഒരു ക്യാമറ ഇറങ്ങുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്കയുടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന Xiaomiയുടെ 15 Ultra ആയിരിക്കും. കാരണം Xiaomiയുടെ 13 Ultra ഒക്കെ വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ടാക്കിയെടുത്ത ഫോണായിരുന്നു അത്. മാത്രമല്ല പക്ഷേ വിവോ ഈ അടുത്തിടെ സീസ് എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ വളരെ മുന്നേറി നിന്നു. സാംസങ്ങിൻ്റെ സെൻസർ വെച്ചിട്ട് സാംസങ്ങിൻ്റെ ഫോണിനെക്കാട്ടും നല്ല ക്ലാരിറ്റിയിൽ ഔട്ട്പുട്ട് വരുന്ന രീതിയിലായിരുന്നു വിവോൻ്റെ X200 Pro ഒക്കെ. ഞാൻ സ്റ്റാറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റാറ്റ്സ് ഉള്ളവർക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സായിട്ടാണ് വിവോ വന്നത്. അപ്പോൾ അതിനെ മറികടക്കാൻ അത്രയും പക്ക ഇതിൽ വരുന്ന സെറ്റായിരിക്കും വിവോ Xiaomi 15 Ultra. ഇനി കോമ്പാക്റ്റ് ഫോൺ, അതായത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ iPhone 16, S25, Ultra S25 അങ്ങനെ നോക്കുന്ന ലുട്ടാപ്പി ഫോണുകളാണ്. അതൊക്കെ കുട്ടി ഫോണുകളാണ്. അത്തരം ഫോണുകൾക്ക് കോമ്പറ്റീറ്ററായിട്ട് വരാനുള്ളത് ഓൾറെഡി ഒരെണ്ണം വിവോ എന്ന് പറഞ്ഞിട്ട് Vivo X200 Pro Mini എന്ന് പറഞ്ഞിട്ട്, X200 Pro അല്ല X200 Pro Mini ആ ഫോൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കോമ്പറ്റീറ്ററായിട്ട് വരാൻ നിൽക്കുന്ന ഒരു സെറ്റാണ് OnePlus 13 Mini. ആ സെറ്റ് ഇറങ്ങും ഈ മാസം, അടുത്ത മാസത്തിൽ ഇറങ്ങും. അപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു കോമ്പാക്റ്റ് ഫോണാണെന്ന് എല്ലായിടത്തും വരുന്ന റൂമർ. ഇനി അടുത്ത ഫീച്ചർ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഗൂഗിൾ പേ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പേയ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ മാത്രമല്ല വാട്സപ്പിലും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. കൂട്ടുകാർക്കുള്ള കാശ് അയച്ചു കൊടുക്കണമെങ്കിൽ ബാങ്കായിട്ട് അക്കൗണ്ട് മെർജ് ചെയ്തതിനു ശേഷം നമുക്ക് കാശ് അയച്ചു കൊടുക്കാം. മാത്രമല്ല ഇതിന് മുതൽ KSE ബില്ല്, റീചാർജ്, DTH റീചാർജ്, അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ നമുക്ക് വാട്സപ്പിൽ തന്നെ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഫീച്ചർ ഇപ്പോൾ അടുത്ത ഉടനെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ബീറ്റ വെർഷനിൽ. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഭാഗത്തു നിന്ന് അടുത്ത അപ്ഡേറ്റ്, അതായത് ഇൻസ്റ്റാഗ്രാം ടീൻ അക്കൗണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നു ഇന്ത്യയിലായിട്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സെൻസിറ്റീവ് കണ്ടൻസ് ഒന്നും ഉണ്ടാവില്ല അതിൽ. ആ അക്കൗണ്ടിൽ അങ്ങനെ ഉണ്ടാകുന്ന അക്കൗണ്ട്സിലാണ് സെൻസിറ്റീവ് കണ്ടന്റ് വരില്ല. മാത്രമല്ല അവർ ഫോളോ ചെയ്യുന്നവർ മാത്രമാണ് അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. മാത്രമല്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, പബ്ലിക് അക്കൗണ്ട് ഇല്ല. ടീൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് പ്രൈവറ്റ് അക്കൗണ്ട് മാത്രമായിരിക്കും. അത്യാവശ്യം നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. കാരണം കുട്ടികൾക്കും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവില്ല, റീൽ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു എന്താ പറയുക സെൻസിറ്റീവ് കണ്ടന്റ് ഒന്നും വരാത്ത രീതിയിൽ വരാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. അടുത്ത ന്യൂസ് സാംസങ്ങിൻ്റെ ഭാഗത്താണ്. സാംസങ്ങിൽ നിന്ന് F06 5G എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഓൾറെഡി F05 എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങിയിരുന്നു. അതായത് ഏറ്റവും കുറവ് കാശിൽ 5G നമുക്ക് കിട്ടുക എന്നൊരു രീതിയിലാണ് അവരുടെ F സീരീസിൻ്റെ മെയിൻ ലക്ഷ്യം തന്നെ. നോക്കുകയാണെങ്കിൽ F05 പറയുന്നത് 7,990 രൂപ, അതായത് 8,000 രൂപയ്ക്കായിരുന്നു F05 5G ഇറങ്ങിയത്. പക്ഷേ ഇത് F06 5G ആകുന്നുണ്ടെങ്കിൽ 9,500 അല്ലെങ്കിൽ 10 രൂപ ആ റേഞ്ചിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. റേറ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. മിനിമം എൻ്റെ ഊഹ അതാണ്, ആ റേറ്റിൽ അവർ ഇറങ്ങാൻ പോകുന്നത്. ഫെബ്രുവരി 12 ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങുമ്പോൾ ലോഞ്ച് അറിയുന്ന നാളെ നമുക്കറിയാൻ പറ്റും കാര്യങ്ങളൊക്കെ. മാത്രമല്ല വാട്ടർ ടോപ്പ് വാച്ചാണ് അതിന് വരാൻ പോകുന്നത്. ബോക്സി ഫ്രെയിം ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അതായത് സാംസങ്ങിൻ്റെ S25 Ultra ഇല്ലേ, ആ സെയിം മോഡൽ, ഇതിൻ്റെ ബോക്സി ഡിസൈനിൽ, ആ ഡിസൈനിലും 4 എഡ്ജ് കർവഡായിട്ടും ആണ് വരുന്നത്. അത്യാവശ്യം പെട്ടെന്ന് കണ്ട തോന്നിക്കുന്നില്ല, കയ്യിൽ പിടിക്കുമ്പോൾ S25 Ultra'യുടെ ആ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ അടുത്ത ന്യൂസാണ് iPhone SE 4. അത് 2 ആഴ്ചയുള്ളിൽ ഇറങ്ങും. ഞാൻ ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ തയ്യാറാക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാത്തൊരു കണ്ടുവയ്ക്കുന്നത് മനസ്സിലാവും. അതായത് SE സീരീസ് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സീരീസാണ് SE സീരീസ്. ആ ഒരു ഇതിൽ ഇറങ്ങുന്ന സെറ്റാണ് iPhone SE 4. അപ്പോൾ ഓക്കെ, 2 ദിവസത്തിലുള്ള സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.